എല്ലാവർക്കും നമസ്കാരം. MTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മാരയിലെ പുള്ളിപ്പുലിയുടെ കാഴ്ച നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ആ കാഴ്ചയുടെ തുടർ കാഴ്ചയാണ് രാവിലത്തെ ഭക്ഷണത്തിന് ശേഷം. ആ ഭക്ഷണം കഴിക്കുന്നത് പുള്ളിപ്പുലിയുടെ മുന്നിൽ വെച്ച് തന്നെ. ആ ഭക്ഷണത്തിന് ശേഷം തുടർ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാണ്. ഏവർക്കും സ്വാഗതം. എന്തോ കഴിച്ചിട്ട് വന്നല്ലോ. മീൻ വല്ലതും കഴിച്ചോ? മീൻ നേരെ മസായ് മാരിലെ രണ്ടാം ദിവസത്തെ പ്രഭാത ഭക്ഷണം ഇവന് മുന്നിലായിരുന്നു. പുള്ളിപ്പുലിയുടെ കാഴ്ച കണ്ടുകൊണ്ട് ഒരു പ്രഭാത ഭക്ഷണം കഴിക്കും. മുന്നിലുള്ളവൻ ആദ്യ കാഴ്ചയിലെത്തിയത് കുറച്ച് മങ്ങിയ കാഴ്ചയായിട്ടായിരുന്നു. ദൂരെ നിന്നുള്ള അവൻ്റെ വരവും ഇര പിടിക്കാൻ വേണ്ടിയുള്ള മാരയുടെ കൈവിയിലേക്കുള്ള പമ്മിയുള്ള പോക്കും ആ കാഴ്ചയുടെ ബാക്കിയാണ്. മസായി മാരിലെ ഈ വലിയ കാഴ്ചകൾ നമുക്കൊപ്പം കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചുവടെ കൊടുത്തിരുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. നിങ്ങൾക്ക് അനുയോജ്യമായ പാക്കേജുകളിൽ മാരയിലെ വിസ്മയങ്ങൾ കാണാൻ അവസരമൊരുക്കുന്നതാണ്. നമ്മുടെ ഈ യൂട്യൂബ് കാഴ്ചകളിലേക്ക് ആദ്യമായി എത്തുന്നവർ വീണ്ടും ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ട്രോപ്പിക്കൽ ഫോറസ്റ്റുകളിലെ പുള്ളിപ്പുലിയുടെ കാഴ്ച ഇതുപോലെ നമുക്ക് മുമ്പിൽ കിട്ടുവാൻ ഒരു സാധ്യതയുമില്ല. പല മരത്തിൽ കിടക്കുകയോ ആണെങ്കിൽ അങ്ങനെ മാത്രമാണ് കുറച്ച് സമയം അവയെ നമുക്ക് നേരെ കിട്ടുകയുള്ളൂ. സവാന കാടുകളിൽ ഏത് ജീവിയെ കിട്ടിയാലും നമ്മൾ അവയിൽ നിന്ന് മതി എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നതാണ് കണക്ക്. നിലത്ത് തല നിലത്ത് താഴെ ഇവിടെ ഇവിടെ താഴെ നോക്ക്. നിലത്തോട്ട് വയ്ക്കുക. അവിടെ കണ്ടോ? അവിടെ അവിടെ അവൻ വീണ്ടും ഭക്ഷണം തേടിയുള്ള നടപ്പാണ്. വയറ് നിറഞ്ഞു നിൽക്കുന്ന പോലെ നമുക്ക് തോന്നി. നമുക്ക് മുന്നിൽ നിന്ന് മാരയുടെ കൈവഴിയിലേക്ക് പമ്മിയുള്ള അവന്റെ പോക്കിൽ ആ സമയത്ത് അവൻ എന്തെങ്കിലും കഴിച്ചോ എന്ന് പോലും നമുക്ക് സംശയം തോന്നിപ്പോയി. തുടർ വേട്ടയ്ക്കായിട്ടുള്ള നടപ്പാണ്. പല സ്ഥലത്തും അവൻ ശ്രദ്ധിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇരപിടുത്തമാണ് ലക്ഷ്യമെങ്കിലും ഇവിടുത്തെ സിംഹക്കൂട്ടങ്ങളെ അവൻ പേടിച്ചുള്ളൊരു നടപ്പ് തുടരുകയാണ്. തരം കിട്ടിയാൽ സിംഹക്കൂട്ടങ്ങൾ ഇവനെ അങ്ങ് തൂക്കും. അവയുടെ ഒരു ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവൻ പിടിച്ചകത്താക്കുന്നത്. സിംഹക്കൂട്ടങ്ങളുടെ ടെറിട്ടറിയിലുള്ള എല്ലാം അവരുടേതാണെന്ന ആധിപത്യം ഇവനെക്കുറിച്ച് പേടിയുള്ളവനാക്കുന്നു.
സവാന കാടുകളിൽ പല സ്ഥലത്തും ചതുപ്പുകളും കുളങ്ങളും കാണാം. അവിടെ മുതലയും ചീങ്കണ്ണിയുടെയും സാന്നിധ്യം ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെയാണ് അവൻ നീങ്ങുന്നത്. അവയ്ക്ക് വേണ്ട ആഹാരം തേടുന്നതിനോടൊപ്പം സ്വന്തം ജീവൻ കൂടെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഇവനുണ്ട്. മുന്നിലെ മരത്തിൽ കിളികളുടെ സാന്നിധ്യമുണ്ട്. ഈ പുല്ലുകൾക്കിടി എല്ലാ ജീവികളുടെ സാന്നിധ്യമുണ്ട്. വൈൽഡ് ഡോഗ് പോലുള്ള ചെറു ജീവികളെ കണ്ടെത്തുക ഈ പുല്ലുകൾക്കിടയിൽ നിന്ന് കുറച്ച് ബുദ്ധിമുട്ടാണ്. രാവിലത്തെ ഭക്ഷണം കഴിപ്പ് അവനെ പകർത്തിക്കൊണ്ട് നടന്നു എന്നതാണ്. നമുക്കൊപ്പം കൂടെ വന്നവരുടെ വണ്ടിയും തൊട്ടടുത്ത് തന്നെയുണ്ട്. കടന്നു വന്നവൻ എവിടെയോ പമ്മിയിരിക്കുന്നു. തൊട്ടടുത്ത് എന്തോ ഉണ്ട്. നമ്മുടെ വണ്ടി കുറച്ച് മുന്നിലേക്ക് മാറ്റിയിട്ടു. അതെ, മുന്നിൽ വലതുവശത്തെ 2 ഇമ്പാലകൾ വിശ്രമിക്കുന്നുണ്ട്. അവരെയാണോ അവൻ്റെ ലക്ഷ്യമെന്ന് തോന്നിച്ചുപോയി. കുറച്ചു സമയം കാത്തുനിന്നു. വേട്ട കിട്ടിയാൽ പെട്ടെന്ന് തന്നെയാവും അത് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ക്യാമറ ഓഫാക്കാതെ കാത്തുനിന്നു. മറ്റു വണ്ടികൾ തൊട്ടടുത്തുണ്ട്. അവൻ പോയ വഴിക്ക് അവരും നോക്കി കാത്തു നിൽക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ വണ്ടിയിൽ നിന്ന് ഒരാൾ കൂർക്കം വലിച്ച് ഉറങ്ങുന്നു. അതെ, ജിതിനാണ്. പാവം കാഴ്ച കണ്ടു ക്ഷീണിച്ച് ബോധം കെട്ടുള്ള ഉറക്കമാണ്. റോങ്കായി പ്രൈഡുകളുടെ വേട്ട കഴിഞ്ഞപ്പോൾ തന്നെ ആള് പറഞ്ഞു, മസായിമാരെ വരവ് മുതലായി എന്ന്. അതിനുശേഷമുള്ള വിശ്രമമാണ്. ഞങ്ങളുടെ ആ ചിരിയിൽ പാവം എഴുന്നേറ്റു. നമുക്ക് മുന്നിൽ പമ്മിയ പുള്ളിപ്പുലി ഇമ്പാലകളെ കണ്ടില്ല എന്ന് തോന്നും. അതോ അവൻ വേണ്ടത് വെച്ചതാണോ എന്നും അറിയില്ല. വീണ്ടും നടത്തം തുടരുകയാണ്.
തലയ്ക്ക് തല എന്ന രീതിയിൽ ക്യാമറയ്ക്ക് നേരെ ബിഗ് 5-ലെ ഒരു ജീവിയെ പകർത്തുക എന്നത് വല്ലാത്ത ഫീല് തന്നെയാണ്. പ്രത്യേകിച്ചും ഒരു വനസഞ്ചാരിയുടെ കയ്യിലുള്ളത് ക്യാമറയാണെങ്കിൽ അത് സ്വപ്ന ഷോട്ടുകളുമാണ്. നമുക്ക് നേരെ നിൽക്കുന്ന പുള്ളിപ്പുലിയുടെ ഫ്രെയിമിൽ വണ്ടികളുണ്ട്. വണ്ടികൾ തൊട്ടടുത്ത് നിന്നിട്ടും അവൻ്റെ ശ്രദ്ധ വണ്ടിയിലും ആളുകളിലും ഒന്നുമല്ല, ദൂരെ എവിടെയോ ആണ്. അവൻ പേടിക്കുന്ന എന്തോ ഉണ്ട് നമുക്ക് മുന്നിൽ. കുറച്ച് പേടിയുള്ള അവൻ്റെ ചലനങ്ങൾ ശ്രദ്ധയോടെ പകർത്തുമ്പോൾ അടുത്തെവിടെയോ വലിയ ജീവികളുണ്ട് എന്ന് നമ്മളും തിരിച്ചറിയുകയായിരുന്നു. പേടിയോടെയാണെങ്കിലും അവൻ്റെ നടത്തം തുടരുകയാണ്. 7 ദിവസം നീണ്ട യാത്രയായിരുന്നു നമ്മുടേത്. കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർ, അവിടെ നിന്ന് നെയ്റോബി, മസായി മാരയിൽ 3 ഫുൾ ഡേ സഫാരി, 4-ാം ദിവസം വില്ലേജ് വിസിറ്റ്, അതിനുശേഷം നെയ്റോബിയിൽ വന്ന് താമസം, പിറ്റേന്ന് വെളുപ്പിന് നെയ്റോബിയിൽ നിന്നും ബാംഗ്ലൂർക്ക്, അവിടെ നിന്ന് കൊച്ചിക്ക്. ഇതായിരുന്നു ഞങ്ങളുടെ യാത്ര. മനോഹരമായ ഈ ദിനങ്ങൾ അനുഭവിച്ചവർക്ക് ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങളായിരുന്നു ഇത്. മണിക്കൂറുകൾ നീണ്ട കാഴ്ചകൾ അവസാനിക്കുന്നില്ല, തുടരുകയാണ്. മസായി മാര കാഴ്ചകൾ അവസാനിച്ചിട്ട് മാത്രമേ മറ്റ് കാഴ്ചകൾ ചാനലിൽ വരികയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കട്ടെ. ക്യാമ്പുകളും യാത്രകളുമെല്ലാം ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. ആ കാഴ്ചകളെല്ലാം പിന്നീട് ഉൾപ്പെടുത്തുന്നതാണ്. യാത്രകൾ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും കൃത്യമായി വീഡിയോ നിങ്ങൾക്ക് മുമ്പിലേക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നില്ല. Yo, saya mungkin ada di sini. Ya, nol deh. Ya. ഇതൊക്കെ ജസ്റ്റ് ഒരു പേര് മുപ്പതോ മസായി മാരയിലെ ഈ വലിയ കാഴ്ചകൾ നമുക്കൊപ്പം കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. നിങ്ങൾക്ക് അനുയോജ്യമായ പാക്കേജുകളിൽ മാരയിലെ വിസ്മയത്തിലേക്ക് യാത്ര ചെയ്യാവുന്നതാണ്. ഈ യൂട്യൂബ് കാഴ്ചകളിലേക്ക് ആദ്യമായി എത്തിയവർ വീണ്ടും ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുവാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. പുതിയ വനവന്യജീവി കാഴ്ചകളുമായി വീണ്ടും കാണാം. ജൂബി കരിക്കാടൻ, MTI.